ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. ഒരു തമിഴ്നാടൻ സ്റ്റൈൽ. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. ഇന്ന് ബിരിയാണി വെക്കാനും പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് മാസത്തിലൊരിക്കൽ ഉസ്താദിന് ആഹാരം കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പെരുന്നാളിന് വാങ്ങിച്ചിട്ട് കുറച്ച് അരി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി ഞാൻ അടുപ്പത്തൊരു ചരുവം വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ടു, സവാള ഇട്ടു. സവാള ഒന്ന് വെന്ത് വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഞാൻ ഇറച്ചി ഇട്ട് കൊടുത്തു. ഇറച്ചി ഒന്നിട്ട് വഴറ്റിയതിന് ശേഷം അതിലോട്ട് പൊടികൾ ഇട്ട് കൊടുത്തു. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകം, കുരുമുളക് പൊടി, ചിക്കൻ മസാല, കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ മുഴുവനായിട്ടുള്ള പെരിഞ്ജീരകം ഇല്ലേ, അതൊന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പച്ചപ്പ് മാറുന്ന വരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഈ അരി വേവാനുള്ള വെള്ളം, അതിന് കണക്കായിട്ടുള്ള വെള്ളം അതിലോട്ട് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഉപ്പും കൂടെ ഇട്ട്, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടണം കേട്ടോ, ചോറിനുള്ള. അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വെള്ളം നല്ലതുപോലെ തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ബിരിയാണി അരി അതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ്, നമ്മൾ അരിയുടെ വേവ് പോലെ ഇരിക്കും കേട്ടോ, അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല കളറ്. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് വെക്കുന്നത്. അതിനുശേഷം വെന്തതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ട് അതിൽ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയും മൂപ്പിച്ച് അതിൽ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. മല്ലിയിലയും ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ സെർവ് ചെയ്തു. കണ്ടില്ലേ, അതിൻ്റെ കൂടെ നമ്മൾ സലാഡും അച്ചാറും പപ്പടമാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തമിഴ്നാടൻ സ്റ്റൈൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.